ചില സിനിമയോ സീരീസൊക്കെ കാണാൻ പോകുമ്പോഴേ മൊത്തം ഒരു നെഗറ്റീവ് വൈബായിരിക്കും. ഇതെന്തോ ഒരു പ്രൊപ്പഗൻഡ സിനിമയാണ്, അല്ലെങ്കിൽ ഇത് ഇവർ പൊളിറ്റിക്കലി ഇവരുടെ എന്തോ കാര്യം പറയാൻ വേണ്ടി എടുത്തൊരു സംഭവമാണെന്ന് നമുക്കൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ കാണാൻ തന്നെ തോന്നാറില്ല. അവിടെയാണ് നെറ്റ്ഫ്ലിക്സ് എന്നെ ചതിച്ചത്. ഐ വാസ് ആക്ച്വലി റോങ്. അതായത് നമ്മുടെ റോബർട്ട് ഡെനീറോ ഉണ്ടല്ലോ, പുള്ളി ഭയങ്കര ഡെമോക്രാറ്റിക് പാർട്ടിന്റെ ഭയങ്കര ഒരു സപ്പോർട്ടറാണ്. അതായത് ഇപ്പൊ നമ്മുടെ ട്രംപ് ഉണ്ടല്ലോ, ഡൊണാൾഡ് ട്രംപ്, പുള്ളിനെ എതിർക്കുന്ന ഒരു മെയിൻ ആളാണ് റോബർട്ട് ഡെനീറോ. അപ്പൊ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റോബർട്ട് ഡെനീറോന്റെ ഒരു പുതിയൊരു സീരീസ് വരുന്നു. അതിൽ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അമേരിക്കൻ പ്രസിഡന്റ്. റോബർട്ട് ഡെനീറോ പണ്ടത്തെ പ്രസിഡന്റ് ആണ്, പക്ഷെ തലയ്ക്ക് കുറച്ച് കുഴപ്പമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യം വിചാരിച്ചത് ഇത് ബൈഡന്റെ എന്തോ ബയോപിക് പോലത്തെ എന്തോ ഐറ്റം ആണെന്നാണ്. ഓർമ്മയൊന്നും ഇല്ലാത്ത പഴയ പ്രസിഡന്റ്, വേറെ എന്താ നമ്മൾ വിചാരിക്കുക. വെറുതെ ഒരൊറ്റ എപ്പിസോഡ് കണ്ടതാണ്, പിന്നെ എനിക്ക് നിർത്താൻ പറ്റിയില്ല. കാരണം ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്നൊക്കെ പറയില്ല, അതാണ് ഐറ്റം. അതായത് ഒരു കുറെ ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ്. അതിങ്ങനെ നമ്മളെ ഇനി അടുത്തെന്ത് സംഭവിക്കും എന്നുള്ളൊരു ടെൻഷൻ അടുപ്പിച്ച് തന്നെ നിർത്തി. നമ്മുടെ സിസ്റ്റത്തിനെയൊക്കെ പെട്ടെന്ന് ഒരു ടീംസ് വന്ന് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട്. ഇപ്പൊ നമ്മുടെ ബാങ്ക് ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും എല്ലാം ഇപ്പൊ ടെക്നോളജി ബേസ്ഡ് ആണ്. ഇതൊക്കെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് കുറെ ആൾക്കാർ വന്ന് ഇത് ഹാക്ക് ചെയ്താ നമ്മൾ ഇനി എന്ത് ചെയ്യും? ആരാണ് ഇത് ഹാക്ക് ചെയ്തത്? അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ സീരീസ്. ബേസിക്കലി അമേരിക്കക്കാർക്ക് ചിലപ്പോൾ ഇത് കണ്ടാൽ അത്ര ഇഷ്ടപ്പെടില്ല, പക്ഷെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നൈസ് സീരീസ് ആണ്, മിനി സീരീസ് ആണ്, കുറച്ച് എപ്പിസോഡുകളൊക്കെ ഉള്ളൂ. നെറ്റ്ഫ്ലിക്സിലുണ്ട്. 0 Hour എന്നാണ് സീരീസിന്റെ പേര്.